ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് നമ്മളെപ്പോഴും 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് പീസ് വെച്ചിട്ടായിരിക്കും അത് ഫിനിഷ് ചെയ്തെടുക്കുക. അങ്ങനെയല്ലാതെ നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് മെയിൻ പീസിൽ ഇരുത്തുമ്പോൾ തന്നെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ പീസ് വിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ടക്ക് പിടിക്കുന്ന പോലെ തന്നെ ടക്ക് പിടിച്ചെടുക്കുക കേട്ടോ. ടക്ക് പിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1/2 ഇഞ്ചാണ് നിങ്ങൾ പിടിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് ആ ലൈനിങ് വരെ 1/2 ഇഞ്ച് എടുത്തിട്ട് അതിന് ശേഷം ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലൈനിങ് മെയിൻ പീസിൽ ഇരുത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് കറക്റ്റായിട്ടുള്ള തയ്യൽ തുമ്പിലാണ് ചെയ്തിട്ടുണ്ടാവുക. ആ അളവിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടക്കിൻ്റെ ഭാഗം, അതായത് മെയിൻ പീസിൻ്റെ ടക്കും ലൈനിങ്ങിൻ്റെ ടക്കും കറക്റ്റ് ഒരേ ലൈനിൽ വരുന്ന പോലെ ശ്രദ്ധിക്കുക, വലിച്ചടിക്കരുത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് 1 ഇഞ്ച് വീതിക്ക് അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടും എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടക്കിൻ്റെ അവിടെ നിന്ന് തയ്യൽ തുമ്പിൻ്റെ അവിടേക്ക് ഒരു സ്ലോപ്പായിട്ട് ലൈന് വരച്ച് കൊടുത്തിട്ട് അതിലൂടെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് മാത്രം ഇതേപോലെ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ടേബിളിൻ്റെ മുകളിൽ നിവർത്തി വെച്ച് നോക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടാതെ ഇങ്ങനെ വളഞ്ഞിട്ടൊരു കേർവ് ഷേപ്പായിരിക്കും ബാക്ക് പീസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുറത്ത് ഇതേപോലെ ടക്ക് ബോറായിട്ട് കാണുന്ന ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ